ഹലോ ഗായ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാൻ ആക്ച്വലി ഒരു ലോങ് വീഡിയോ ഇട്ടത് ലാസ്റ്റ് മന്താണ്. അതിനുശേഷം പിന്നീട് ഞാൻ അങ്ങോട്ടെല്ലാം ഇട്ടത് ഷോർട്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ കരുതി ന്യൂ ഇയർ ഒക്കെയാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ന്യൂ ഇയർ ബേസ് ചെയ്തിട്ടൊരു തീമോ അതല്ലെങ്കിൽ 2025 വെൽക്കം ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കണ്ടൻറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന്. അങ്ങനെ കുറേ യൂട്യൂബേഴ്സ് എല്ലാം ചെയ്യുന്നത് കണ്ട് ഞാൻ റെഫർ ചെയ്ത് എടുത്തൊരു ഐറ്റമാണ് ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേര് വിഷൻ ബോർഡ് എന്നാണ്. ഈ ഒരു വിഷൻ ബോർഡിൻ്റെ പിന്നിൽ ഒരു ഹിസ്റ്ററി ഉണ്ട്. ഈ വിഷൻ ബോർഡിനെ തന്നെ പറയുന്ന വേറൊരു പേരാണ് ഡ്രീം ബോർഡ് എന്ന്. 1960s ആ ഒരു കാലഘട്ടത്തിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഫ്യൂച്ചർ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മളിതിൽ എഴുതിയാൽ മതി. അതായത് നമ്മൾ എഴുതിയാൽ മതി എന്നല്ല, എഴുതി നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇതിൽ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഫോട്ടോസോ ഡ്രോയിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും മാഗസിൻ്റെ ക്ലിപ്പിങ്സോ അല്ലെങ്കിൽ സ്ക്രാപ്പ് ബുക്കിൻ്റെ മെറ്റീരിയൽസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആവാം. അപ്പോൾ അതെല്ലാം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കും എന്നാണ് ഈ ഒരു വിഷൻ ബോർഡ് പറയുന്നത്. അതിൻ്റെ ഒരു തീം അങ്ങനെയാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ഈജിപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതൊക്കെ ആദ്യം പുറപ്പെടുവിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്കിത് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. ക്യാൻവാസോ പോസ്റ്ററോ അല്ലെങ്കിൽ ബോർഡോ അങ്ങനെ എന്തെങ്കിലും ജേർണൽസോ അങ്ങനെ എന്ത് കാര്യങ്ങളും വേണമെങ്കിലും നമുക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതിനെ ഒരു വിഷ്വലൈസേഷൻ ടൂൾ എന്നുകൂടെ പറയുന്നുണ്ട്. കാരണം നമ്മളൊരു ലോങ് ടൈം പ്ലാനിങ് ആണ് ഇതിൽ കൊണ്ടുവരുന്നത്, നമ്മുടെ ആ ഒരു ഗോൾസ് അച്ചീവ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഇതൊരു വിഷ്വലൈസേഷൻ ടൂൾ എന്നാണ് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത്. ഇനി ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് ഒരു ചെറിയൊരു മിനി ബുക്കിൽ നിന്നായിരുന്നു. ഞാൻ തന്നെയാണ് ഈ ഒരു ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്കിത് പിന്നീടും ഈ ഒരു ഗോൾസ് ഇപ്പോൾ ഞാനിതിൽ എഴുതുകയാണെങ്കിൽ ഞാനിത് ഒരു പക്ഷേ ഞാൻ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പിന്നീട് ഇത് കാണാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒരു ചെറിയൊരു മിനി ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ 2024 നിന്ന് 2025 കിടക്കുന്നു എന്നുള്ള ആ ഒരു തീം ഉദ്ദേശിച്ചിട്ടാണ് ഫസ്റ്റ് പേജ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല, കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയിട്ട് 2 സ്ട്രോബെറീസൊക്കെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രയോണും പെൻസിലും സംഭവങ്ങളെല്ലാം വെച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ മെയിനായിട്ട് എഴുതാൻ പോകുന്നത്, എനിക്കിപ്പോൾ നിലവിൽ ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ആ ഒരു വിഷൻ ബോർഡ്. ഇനി എന്ത് വേണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലാതെ ഒരു 4-5 വർഷത്തേക്കുള്ള കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടില്ല. ജസ്റ്റ് ഒരു 2 വർഷത്തേക്കുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ 1 വർഷത്തേക്കുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. ഈ വിഷൻ ബോർഡിലുള്ള കാര്യങ്ങളൊന്നും അധികം ഷെയർ ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ എഴുതുന്ന കാര്യങ്ങൾ ഒരുവിധം നോർമലായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന കുറച്ച് ഗോൾസ് മാത്രമേ ഞാനിതിൽ എഴുതുന്നുള്ളൂ. അതല്ലാതുള്ള എൻ്റെ പേഴ്സണലായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തുന്നില്ല. കാരണം ഇത് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞാൽ നടക്കില്ല എന്നുള്ള ഒരു തീമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ നോർമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ എഴുതുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ് സംഭവം എന്നുള്ളത്. ഞാനിതിൻ്റെ മേളിൽ ആദ്യം വിഷൻ ബോർഡ് എന്ന് എഴുതി, പിന്നെ ഒരു ചെറിയൊരു ഹേർട്ടും അതുപോലെ ഒരു റിബണൊക്കെയാണ് വരച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത്ര ക്യൂട്ടായിട്ട് റിബണും ഹേർട്ടൊന്നും വേണ്ട, ഒരു വിൻറ്റേജ് രീതിയിലാണ് നിങ്ങൾക്ക് ഈ ഒരു വിഷൻ ബോർഡ് വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ കാണുമ്പോൾ ഒന്ന് അട്രാക്റ്റഡ് ആയിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു റിബണും ഹേർട്ടൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, എനിക്ക് ട്രാവലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കരുതി സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ട്രാവൽ വിഷൻ ബോർഡ് ഉണ്ടാക്കാം. അതിലായിരിക്കും ഞാൻ എൻ്റെ ട്രാവലിൻ്റെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ചുമ്മാ നോർമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതുന്നുള്ളൂ. കാണുമ്പോൾ ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് പിക്ചേഴ്സ് വരച്ചു കൊടുക്കുന്നത്. ഞാൻ അത്ര വലിയ കലാകാരിയൊന്നുമല്ല, എങ്കിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ട് ഈ ഒരു 3 പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് പാരീസും അതുപോലെ തന്നെ ഒരു ബൂത്തും ഒരു ബാഗും ആയിരുന്നു. പക്ഷേ ഇതിപ്പോൾ എന്ത് ഷേപ്പിലാണ് ഇരിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും കാണാനൊരു ഭംഗിയുള്ളതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി റിഗ്രറ്റ് അടിക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആക്ച്വലി 3 കണ്ടൻറ്റാണ് ഇതിൽ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ കണ്ടൻറ്റ് ഞാനൊരു ബുക്കിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബുക്കൊക്കെ ഞാനൊന്ന് പ്രോപ്പറായിട്ട് വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം എഴുതിയിട്ടുണ്ടായിരുന്ന കണ്ടൻറ്റ് കോൺസ്റ്റൻ്റ്ലി ലേണിംഗ് ആൻഡ് ഇവോൾവിങ് എന്നാണ്. എന്നെക്കൊണ്ട് നടക്കാത്തൊരു കാര്യമാണത്, പക്ഷെങ്കിൽ എനിക്കത് ഒന്ന് നടത്തണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഞാനത് എഴുതിയതാണ്. ഇനി രണ്ടാമത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് ബീയിങ് മോർ സോഷ്യൽ എന്നാണ്. അത് കുറവാണ് എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് കണ്ടൻറ് ക്രിയേറ്റർ എന്നായിരുന്നു. ആക്ച്വലി ഈ ഒരു കണ്ടൻറ് ക്രിയേറ്റർ എന്ന് ഞാൻ എഴുതാനുള്ളൊരു റീസൺ, അടുത്ത വർഷമെങ്കിലും എനിക്കിതാവാൻ പറ്റട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. എൻ്റെ യൂട്യൂബ് ചാനലിന് പിന്നിലൊരു സ്റ്റോറിയൂടെ ഉണ്ട്. സ്റ്റോറി എന്നല്ല, ഞാൻ സത്യം പറഞ്ഞാൽ 2025 യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നത്. പക്ഷേങ്കിൽ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളെല്ലാം കൊണ്ട്
ഞാനതങ്ങ് ഷിഫ്റ്റ് ചെയ്ത് നേരെ 2024 ആക്കിയതാണ്. ചാനൽ തുടങ്ങിയ ശേഷം ഒരു 3-4 മന്ത്സിനടുത്ത് ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ ഒരു ടൈം നല്ല മോശമായിട്ടുള്ളൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് വീണ്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയത് തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നു 2024 ഞാൻ തുടങ്ങാൻ വെച്ചിരുന്ന ഈ ഒരു ടൈം ഒരു ബാഡ് ആയിട്ടുള്ളൊരു ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ 2025 എനിക്ക് നല്ലൊരു ടൈം ആവട്ടെ എന്ന് ഞാൻ എന്നെ തന്നെ ആശംസിക്കുന്നു. ആൻഡ് ഇതിൻ്റെ ലാസ്റ്റ് ഞാനൊരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു, ബി ഇൻഡിപെൻഡൻറ്റ് എന്നുള്ള കാര്യം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെല്ലാം പോട്ടെ, ഇതാണ് എൻ്റെ ഒരു വിഷൻ ബോർഡിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഞാനപ്പോൾ കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ തോന്നട്ടെ എന്ന് വിചാരിച്ചിട്ട് വേറൊരു പണി കൂടെ ഞാനതിൽ ഒപ്പിക്കുന്നുണ്ട്. ഒരു സാധാരണ നമ്മൾ ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു പേപ്പറാണ് അത്. ആ ഒരു പേപ്പർ വെച്ചിട്ട് 2025 എന്നൊന്ന് എഴുതി കൊടുത്ത് ജസ്റ്റ് ഒന്ന് അവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കുവാണ്. അതുമാത്രമല്ല 2 സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഞാൻ അമേസിങ് ഇയർ ആയിരുന്നോ അതല്ലെങ്കിൽ ഒരു ബാഡ് ഇയർ ആയിരുന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് അതും കൂടെ ഒന്ന് മുകളിൽ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2025 ലാസ്റ്റ് ആകുമ്പോൾ നമുക്കറിയാം ഈ ഒരു വർഷം എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നോ, നല്ലതായിരുന്നോ ചീത്തയായിരുന്നോ. അത് കണ്ടിട്ട് വേണം 2026 ഈ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഈ ഒരു വിഷൻ ബോർഡിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ബൈ.